ഗീതു മോഹൻദാസിൻ്റെ ടോക്സിക് കണ്ടു. സംഭവം മലയാളം കാണാനുള്ളതായിരുന്നു ഇന്നലെ രാവിലെ. പക്ഷേ ഞാൻ ഇന്നലെ ഉറങ്ങിപ്പോയി, പിന്നെ തിരക്കിലായിപ്പോയി, കാണാൻ പറ്റിയില്ല. അങ്ങനെ ഇന്ന് പോയി ഹിന്ദി കണ്ടു. മലയാളം കുറേ ഡയലോഗ് ഡെലിവറി ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഹിന്ദി കണ്ടു. ഹിന്ദി കോൺവെർസേഷൻ ഡയലോഗ് ഡെലിവറി ഓക്കെ ആയിരുന്നു, നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പടത്തിൻ്റെ പ്ലോട്ട്, എൻ്റെ അമ്മോ, എന്തൊക്കെ കാട്ടുപരാതം കാണും ഒരു സിനിമ തീർക്കാൻ. ലാഗ് ഈ പടം ഒരു 2.5 മണിക്കൂറൊക്കെ ഇറക്കുന്നെങ്കിൽ ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കാം, വലിയ കുഴപ്പമുണ്ടാവില്ലായിരുന്നു. ഇത് ചുമ്മാ കുറേ സീൻസ്, ചുമ്മാ കുറേ സാധനം. പിന്നെ സിനിമയുടെ ഡയറക്ടർ, അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ സിനിമയിൽ പറയാനുള്ളത്. ഗീതു മോഹൻദാസ് പുള്ളിക്കാരി മലയാളത്തിൽ ചില കുഞ്ഞു സിനിമകളൊക്കെ ഇറങ്ങിയ സമയത്ത് ചില വലിയ വലിയ ആക്ടേഴ്സിനെ പറ്റിയും എന്തൊക്കെയോ പറഞ്ഞു. ആ ക്യാരക്ടർ അങ്ങനെ ചെയ്തപ്പോൾ അത് ശരിയായില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന്. പുള്ളിക്കാരി അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഈ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ നീതി പുലർത്തണമല്ലോ. എല്ലാ രീതിയിലും നീതി പുലർത്തിയിട്ടുണ്ട്. അത് സിനിമ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പോയി കാണുക, അപ്പം മനസ്സിലാവും. സംഭവം ഇത് പ്ലക്ക് അതൊന്നുമല്ല പ്രശ്നം. ഇതിൽ കുറേ അത്യാവശ്യത്തിന് ആവശ്യത്തിലേറെ ഒബ്ജക്റ്റിഫിക്കേഷൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ സീൻസ് അല്ലെങ്കിൽ ഡയലോഗ്സ് എല്ലാം അതിനകത്തുണ്ട്. ഒബ്ജക്റ്റിഫിക്കേഷൻ്റെ പീക്കാണ് ആ രോമണ്ണെ. ഓക്കെ, പുള്ളിക്കാരി എടുത്ത ഡയറക്ഷനാണ്. ഇപ്പോൾ പുള്ളിക്കാരി അതിനോടൊരു രീതി പുലർത്തണമായിരുന്നു. എവിടെ ഡയലോഗ് മാത്രമേ ഉള്ളൂ, സെയിറ്റ് ലീവ് ഇറ്റ്. സിനിമ യാഷിനെ എല്ലാവരും കൂടെ കൊടുത്തു നന്നായിട്ട് എന്ന് വേണം പറയാം. പടം തുടങ്ങുന്നു, പടം എങ്ങോട്ടൊക്കെ പോകുന്നു, വീണ്ടും തിരിച്ച് എവിടെ വരുന്നു, വീണ്ടും എങ്ങോട്ടോ പോകുന്നു, വീണ്ടും ഉഗാണ്ടയിൽ പോകും, വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ പോകും, വീണ്ടും ഇന്ത്യയിൽ വരും. ആ ഒരു വൈബ് സാധനമാണ്. എന്ന് പറഞ്ഞാൽ ഇത് സിനിമയിൽ പോകണമെന്നല്ല, ഇങ്ങനെയാണ് ഇത് സ്റ്റോറി. തോന്നും പോലെ ഒരു കട്ടിവിടെ, ഒരു കട്ടവിടെ, ഇവിടെ എവിടെയോ സ്കിപ്പടിച്ച് കാണുന്ന എഫക്റ്റാണ്. അല്ലെങ്കിൽ ഇടയ്ക്ക് എന്തൊക്കെ കളഞ്ഞ പോയ എഫക്റ്റാണ്. പക്ഷെ സിനിമ 3.5 മണിക്കൂറുണ്ട്. എൻ്റെ അമ്മോ, കാണാൻ പെട്ട പാട് ഒന്നും പറയാനില്ല. ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലതും കൂടിപ്പോകും. അതാണ് ഈ സിനിമയുടെ അവസ്ഥ. കുറേ ആക്ഷൻ സീൻസ് ഉണ്ട്, അതൊക്കെ അത്യാവശ്യം കൊള്ളാം. ലാസ്റ്റൊക്കെ കുറച്ച് കൊള്ളാം, പക്ഷേ എനിക്ക് ലാസ്റ്റത്തെ ആക്ഷൻ സീൻസ് ഒന്നും വല്ലതായിട്ട് പിടിച്ചില്ല. ഇടയ്ക്ക് 2-3 ആക്ഷൻ സീൻസ് ഇഷ്ടപ്പെട്ടു. കാരണം ചില ആക്ഷൻ സീനിലൊക്കെ ഒരു 10-100 പേര് ഫൈറ്റ് ചെയ്യാൻ വരുമ്പോൾ അവരെ എല്ലാത്തിനും തോക്കുമുണ്ട്. യാഷ് ഭയങ്കര ഓപ്പണും വൈഡുമായിട്ട് നിൽക്കുന്ന സീൻസ് ഉണ്ട്. ആ സീൻസിലൊക്കെ പോലും യാഷിന് വീഡിയോയൊന്നും കൊള്ളുന്നില്ല. പിന്നെ സിനിമയുടെ പ്ലോട്ട് വേണമല്ലോ, അതുകൊണ്ട് കൊള്ളാനുള്ള ഒരു സീനിൽ ഒറ്റയ്ക്കുന്ന ഒരാൾ കൊള്ളിപ്പിക്കുന്നു. അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഭയങ്കര കണ്ട് സ്ഥിരം അതൊക്കെ മാറ്റമുള്ള സമയമായി. കുറച്ചുകൂടെ ഒരു നാച്ചുറാലിറ്റി പറഞ്ഞാൽ എവിടെ ഒന്നുമില്ല, മുടിഞ്ഞ ആർട്ടിഫിഷ്യാലിറ്റി. അത്യാവശ്യം ഡ്രമാറ്റിക് ഫീലുണ്ട് പല സ്ഥലത്തും. കുറേ സെറ്റൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, സർക്കസിൻ്റെ ഒക്കെ, അതൊക്കെ കുഴപ്പമില്ല. പറഞ്ഞില്ല, കട്ടൊക്കെ തോന്നും പോലെയൊക്കെ ഫീൽ ചെയ്ത്. അത് കട്ടിൻ്റെ കുഴപ്പമാണോ അത് ഇനി എൻ്റെ കുഴപ്പമാണോ എനിക്ക് അറിഞ്ഞൂടാ. അമ്മേ, സ്കിപ്പ് അടിക്കും പോലെ ആയിരുന്നു. എന്ന് വെച്ചാൽ ഒരു സീൻ കാണിക്കും, കണ്ടിന്യൂഷൻ ഇല്ല, അതിന് മുമ്പ് അടുത്ത സീൻ കാണിക്കും, കണ്ടിന്യൂഷൻ ഇല്ല, വീണ്ടും വേറെ സീൻ കാണിക്കും, കണ്ടിന്യൂഷൻ ഇല്ല, വീണ്ടും വേറെ ഏതെങ്കിലും പഴയ സീനെ കാണിക്കും, പിന്നെ ഫ്യൂച്ചറിലായാലും സീൻ കാണിക്കും. ഒരു കുഴഞ്ഞു മറിഞ്ഞ അവിയലിൻ്റെ അവസ്ഥയായിരുന്നു. ഈ സിനിമയിൽ ഒരുപാട് നടിമാരുണ്ട്. നയൻതാര ഉണ്ട്, കിറ അദ്വാനി ഉണ്ട്, പിന്നെ രുക്മിണി വേറെ ഒരു പുള്ളിക്കാരി, അങ്ങനെ കുറേ പേരുണ്ട്. ഇവരൊക്കെ സത്യം പറഞ്ഞാൽ പർപ്പസ് നയൻതാര യാഷിൻ്റെ സഹോദരിയാണ്. പിന്നെ യാഷിൻ്റെ കുറച്ച് ബാക്ക് സ്റ്റോറിയൊക്കെ കാണിക്കുന്നുണ്ട്, പുള്ളിക്കാരൻ്റെ ട്രോമാസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ കുറേ ഇമോഷനൊക്കെ പിടിക്കാൻ നോക്കുന്നുണ്ട്. അവിടെ ഇമോഷനൊക്കെ സത്യം പറഞ്ഞാൽ അയ്യോ ഇതൊക്കെ എന്തിനേലും അടിക്കണമെന്ന് ഫീൽ ചെയ്യും. അതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ ബാക്കിയുള്ള നടിമാരെല്ലാവർക്കും എന്തിനാണ് യാഷിനെ ഇഷ്ടപ്പെടുന്നത്, കാരണം യാഷ് വലിയ സംഭവമാണ് എന്നിട്ട് യാഷിനെ ഇഷ്ടപ്പെടുന്നു, യാഷ് പ്ലക്കുന്നു, വീണ്ടും അടുത്തവളെ ഇഷ്ടപ്പെടുന്നു, യാഷ് പ്ലക്കുന്നു, അടുത്തവളെ ഇഷ്ടപ്പെടുന്നു. സീരിയസ്ലി സിനിമയിൽ ഇതാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ യാഷിന് വേറെ എന്തെങ്കിലും മോഹം വരുമ്പോൾ അതും പ്ലക്കാൻ പോകുന്നു. ബട്ട് യാഷ് ഈസ് സ്റ്റിൽ ഇൻ ലവ് വിത്ത് എ ഗേൾ. അതാണ് ഇവിടുത്തെ അവസ്ഥ. പക്ഷെ അവളെ കഴിയുമ്പോൾ വേറൊരുത്തി ഇഷ്ടപ്പെടാം, കാരണം യാഷിന് പ്രേമമുണ്ട്. പക്ഷെ ഒരേ സമയം 10 പേരെടുത്താവാം. പക്ഷെ അവൻ നോട്ട് എ ബാഡ് ഗായ്, പക്ഷേ ഹി ലവ്സ് ലോട്ട്സ് ഓഫ് അതർ വുമൻസ്. എന്തുവാടി ഇത് അത് കാണിച്ചതിനും കുഴപ്പമില്ല. അത് ഒരുമാതിരി ഭയങ്കര ഗ്ലോറിഫൈഡ് ചെയ്തൊക്കെ കാണിച്ചിട്ടുണ്ടാ. ഓക്കെ, കാരണം യാഷ് നടനാണല്ലോ, അപ്പം പുള്ളിക്ക് അത് സംഭവം കൊടുക്കണമല്ലോ. അപ്പം ഇതാണ് ഗീതു മോഹൻദാസിൻ്റെ ടോക്സിക്. ഇനി ഇതിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വിട്ടുപോയോ എന്ന് ചോദിച്ചാൽ, കുറച്ച് ആ ഫൈറ്റ് സീൻസ്, കുറച്ച് ആക്ഷൻസ്, കുറേ വയലൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒരു 3.5 മണിക്കൂർ 150-200 രൂപ തിയേറ്ററിൽ പോയി കൊടുക്കാം. AC ഒക്കെ കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ പോവാം, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു 5-10 പേരുമായിട്ട് അങ്ങ് പോകണം, എന്നിട്ട് നിരന്നിരുന്നങ്ങ് കാണണം. അപ്പോൾ പരസ്പരം കുറ്റമൊക്കെ പറഞ്ഞ് കാണാം, അതൊരു രസമാണ്. അങ്ങനെ വേണമെങ്കിൽ പോയി കാണാം. നമ്മൾ ഈ അഖാണ്ടയൊക്കെ പോയി കണ്ട ആൾക്കാരുണ്ടായിരിക്കും, അങ്ങനെയുള്ളവർക്ക് പോലെ എനിക്ക് ആ ഒരു ഫീലാണ് തോന്നിയത്. കുറച്ച് ക്യാമറ ചിലതൊക്കെ കൊള്ളാം, ചില ആംഗിൾസ് കൊള്ളാം, കുറേ കോസ്റ്റ്യൂംസ് കൊള്ളാം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കൊള്ളാം. പക്ഷെ സിനിമയുടെ പ്ലോട്ട് എൻ്റെ അമ്മ ഒന്നും പറയാനില്ല. ദ ഷിറ്റസ്റ്റ് ഷിറ്റ് എവർ ഹാപ്പൻഡ് ഇൻ 2026 എന്ന ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് താങ്ക് യു ഗീതു ചേച്ചി. ഇനി ഇതുപോലത്തെ സിനിമയായിട്ടൊന്നും വരല്ലേ. യാഷണ്ണ, നിങ്ങൾ വല്ലപ്പോഴും വേറെ സിനിമകളൊക്കെ ബഡ്ജറ്റ് സിനിമകളൊക്കെ നിങ്ങൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നില്ലേ, എടുക്കൂ, നല്ല നല്ല സിനിമകൾ എടുക്കൂ.
അല്ലാതെ എപ്പോഴും പോയിട്ട് ഈ ഒരു സിനിമ എടുത്ത് പിന്നെ 5-10 വർഷം വെയിറ്റ് ചെയ്യണം, അടുത്ത സിനിമ എടുക്കണം, ഇനിയും 10 വർഷം കഴിഞ്ഞിട്ട് അടുത്ത സിനിമ എടുക്കണം, എന്നിട്ട് അത് 8-16 നില പൊട്ടണം. ഒരു KGF 1000 കോടി അടിച്ചു ഉടനെ പുള്ളി വേറെ ലീഗായി. പുള്ളി ഇപ്പോൾ ചെറിയ സിനിമയൊന്നും എടുക്കില്ല. എന്തുവാണ് എനിക്ക് അറിഞ്ഞൂടെ. സത്യം പറഞ്ഞ സിനിമ കണ്ടുപോയി, ഇനി കാണാതിരിക്കാൻ നോക്കാം. അപ്പം കാണാൻ താല്പര്യമുള്ളവരൊക്കെ പോയി തലവെക്കുക, കുഴപ്പമൊന്നുമില്ല. നമുക്ക് 3.5 മണിക്കൂർ ഒന്ന് കാണാം. ഒരു എല്ലാവരെയൊക്കെ ഒരു വൈബ് അടിച്ച് AC ഒക്കെ കൊണ്ടിരുന്ന് കണ്ട് എന്തെങ്കിലുമൊക്കെ കുറ്റമൊക്കെ പറഞ്ഞിട്ട് വരാൻ വേണമെങ്കിൽ. കുറേ വെടി, കുറേ അടി, കുറേ കുടി, ഇങ്ങനത്തെ ഒരു പടമാണ് ടോക്സിക്. ഈ സിനിമയ്ക്ക് ടോക്സിക് എന്ന പേര് വന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇതെല്ലാം വിശദീകരിച്ച് ഗീതു ചേച്ചി ഒരു പ്രസ് മീറ്റിലെല്ലാം വന്ന് പറയുമായിരിക്കും. അപ്പോൾ സിനിമ ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് ചെയ്യുക, സിനിമ ഇഷ്ടപ്പെടാത്തൊരു കമൻറ്റ് ചെയ്യുക, കാണാൻ പോകാൻ താല്പര്യമുള്ളൊരു കമൻറ്റ് ചെയ്യുക.